നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂരം നക്ഷത്രത്തെ കുറിച്ചാണ്. പൂരം നക്ഷത്രക്കാരുടെ 2026 വർഷം ഫെബ്രുവരി 14 മുതൽ 28 വരെ ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് നമ്മൾ ഇവിടെ നൽകുന്നത്. ഇത് ഗുണമായാലും ദോഷമായാലും അത് എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് ധനത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ലോട്ടറി ഭാഗ്യവും മറ്റു ഭാഗ്യങ്ങളൊക്കെ വരുന്നുണ്ട്. നാനാവശത്തോടെയും ഭാഗ്യങ്ങള്, ധനപരമായിട്ടുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. എന്നിരുന്നാലും ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടാതെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹത്തിനൊക്കെ കുറച്ച് തടസ്സങ്ങളും ചില മുന്നോട്ട് നീങ്ങാനും ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധനത്തിൽ അഭിവൃദ്ധിയാണ് നിങ്ങൾക്ക് കാണുന്നതും. മാതാപിതാക്കളുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്നതാണ്. ഒരുപാട് കാലമായിട്ട് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന മാതാപിതാക്കളൊക്കെ ഒന്ന് ഊർജ്ജസ്വലമാകുന്നതാണ്. അതുപോലെ തന്നെ ഈ പൂരം നക്ഷത്രത്തിൽ ഒരുപാട് കാലമായിട്ട് അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കും അസുഖം മാറുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരു മന്ദത വരുന്ന ഒരു സമയമാണ്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങൾക്കൊന്നും അടിമപ്പെടാതെ ശ്രദ്ധിക്കണം. ചില കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങളെ വഴിതെറ്റിക്കുവാനുള്ള സാധ്യതയുണ്ട്. എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതിയാകുന്നതാണ്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും പഴി കേൾക്കേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു സമയമാണ്. കേസുകളും വഴക്കുകളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകാതിരിക്കുക. അടിപിടി കേസുകളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ആവില്ല നിങ്ങൾ സംസാരിക്കുന്നത്, പക്ഷെങ്കിൽ അവസാനം നിങ്ങളുടെ മുകളിലായിരിക്കും എല്ലാ പഴിയും വരുന്നത്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ നിങ്ങൾ നിശബ്ദത പാലിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ സംസാരിക്കുക. സംസാരിക്കുമ്പോൾ ഒന്നിലധികം തവണ ആലോചിച്ച് സംസാരിക്കുക. നിയന്ത്രണം വിടാതിരിക്കുക. വാഗ്വാദങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ അകന്നു നിൽക്കണം. അതുപോലെ തന്നെ ചില വസ്തുക്കളൊക്കെ മോഷണം പോകാനുള്ള ഒരു സാധ്യതയും നിങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രാവേളകളിലൊക്കെ നിങ്ങളുടെ വേണ്ടപ്പെട്ട രേഖകളും പണവും ആഭരണങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാം ശ്രദ്ധയോടെ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. 14-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള സമയങ്ങളില് കുടുംബത്തില് മനസ്വസ്ഥത കുറവൊക്കെ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് ഇതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. ഇത് വരാനിരിക്കുന്ന ഒരു ഫലമാണെങ്കിലും ഇതില് താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നതാണ്. അതിനായിട്ട് പ്രാർത്ഥന നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചിന്തിച്ച് ചെയ്താൽ എല്ലാം മാറാവുന്നതേ ഉള്ളൂ. മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, രേഖാപരമായിട്ടുള്ള അല്ലാത്ത ഒരു പണമിടപാടുകളിലും നിങ്ങൾ ചെന്ന് ചാടാൻ പാടില്ല. രേഖകൾ വെച്ചുകൊണ്ട് മാത്രമുള്ള പണമിടപാടുകൾ നടത്തുക. അതുപോലെ തന്നെ വാഹനങ്ങള്, വസ്തുവകകള് ഒന്നും കടം കൊടുക്കാതിരിക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ ചില ആളുകളൊക്കെ വാഹനങ്ങളൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് ഈ സമയങ്ങളിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ആ വാഹനങ്ങൾ മൂലം നിങ്ങൾക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തില് ചതവുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പണം കൊണ്ട് അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകുമെങ്കിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഈ നെഗറ്റീവ് എനർജിയെ മാറ്റുവാനായിട്ട് ശാസ്താവിനെ ഭജിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കറുത്ത വസ്ത്രം ഉടുക്കുന്നതും വളരെ നല്ലതാണ്. വെള്ളി മോതിരം ധരിക്കുന്നത്, സിൽവർ മോതിരം ധരിക്കുന്നതും വളരെ നല്ലതാണ്. അത് വലത് കൈയിലാണ് അണിയേണ്ടത്. ഈ സിൽവറിന് ഒരുപാട് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യുവാനുള്ള കഴിവ് ഉള്ള ഒരു മോതിരമാണ്. അതുകൊണ്ട് സിൽവർ മോതിരം ധരിക്കുന്നത് വളരെ നല്ലതാണ്. വലത് കയ്യിൽ ഏതെങ്കിലും ഒരു വിരലില് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. ഇതിന്റെ കാഠിന്യം കുറയ്ക്കുവാനായിട്ട് നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് നല്ലതാണ്. അന്നദാനം നടത്തുക, വസ്ത്രദാനം നടത്തുക. ഈ വസ്ത്രദാനവും അന്നദാനവും ഒക്കെ നടത്തുമ്പോൾ അത് വേണ്ടപ്പെട്ട കൈകളിലേക്കായിരിക്കണം ചെല്ലേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു സൽക്കാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് കൊടുത്തതുപോലെയൊക്കെ ആകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൂരം നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള കാലഘട്ടം നമുക്ക് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.